ഇന്ന് രാത്രി ഹൃദയത്തിന് മാനസാന്തരവുമായിട്ടുള്ള ബന്ധം, അതാണ് തുടർന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതത്തിൽ സകല പതനത്തിനും സകല തകർച്ചയ്ക്കും കാരണമായി തീർന്നത് പാപമാണ്. പാപമില്ലാത്തൊരവസ്ഥയിൽ നമ്മളായിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ തോട്ടമായിരിക്കുന്ന ഏദേനിലെ അനുഭവത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സകല സന്തോഷങ്ങളും അനുഭവിച്ച് ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച് മനുഷ്യൻ എന്നേക്കും ജീവിക്കാമായിരുന്നു. പക്ഷേ പാപം ചെയ്തു. ആ പാപം ചെയ്യാൻ ഉണ്ടായ സന്ദർഭം വേദപുസ്തകത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എവിടെയാണ് കുഴപ്പത്തിൻ്റെ ആരംഭമെന്ന് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് അവനോട് പറഞ്ഞു, തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൽപ്പന വ്യക്തമായി കൊടുത്തിട്ടും മനുഷ്യൻ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നറിയാമോ? 3-ാം അധ്യായം 4-ാം വാക്യം, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. പിശാച് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചിലരൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത് ഉറക്കെ പറയുന്നതാണ് ശരിയെന്ന. വേറെ ചിലർ ധരിച്ചു വെച്ചേക്കുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞാൽ ശരിയാകുമെന്ന. വേറെ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് സത്യമായിട്ടും അങ്ങനെയാന്ന് പറഞ്ഞാൽ ശരിയെന്ന. ഇവിടെ പിശാച് പറഞ്ഞത് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആമേൻ. ഇത് പറഞ്ഞതിന് ശേഷം പിശാച് ഹൗവ കൊച്ചമ്മയുടെ ഹൃദയത്തിലേക്ക് സംശയത്തിന്റെ വിത്ത്, ദൈവത്തിലുള്ള വിശ്വാസം തകർക്കുന്ന വിത്ത് വിതച്ചു വിട്ടു. ആ വിത്ത് ഏതായിരുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ാം വാക്യം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ കനി വിലക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തോളം വളരുവാൻ അവന്റെ സൃഷ്ടിയായ മനുഷ്യൻ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പിശാച് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞു. എന്തോ ദൈവത്തിന്റെ പദ്ധതി എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം 26-ാം വാക്യം. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെളിവെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാദൃശ്യത്തിൽ
ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവത്തിനുള്ള കഴിവിന്റെ ചില അംശങ്ങൾ മനുഷ്യനുമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് മറ്റ് ജന്തുക്കളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, പക്ഷിമൃഗാദികളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് മനുഷ്യൻ സാംസ്കാരികമായും സാമൂഹ്യമായും ശാസ്ത്രീയമായും കണ്ടുപിടുത്തങ്ങൾ നടത്തി വളർന്നത്. ഹല്ലേലൂയ. ഡാർവിൻ പറയുന്നത് കുരങ്ങന്റെ വാല് മുറിഞ്ഞാണ് മനുഷ്യനുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു പകുതിയെങ്കിലും പുള്ളിക്ക് കിട്ടണ്ടേ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ബുദ്ധിയുടെ പകുതി കുരങ്ങനെ കിട്ടുകയായിരുന്നെങ്കിൽ 6000 വർഷങ്ങൾക്ക് മുൻപ് ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അവൻ പാറയുടെയും ഗുഹകളുടെയും വിള്ളലുകളിൽ, അവൻ മണ്ണിലുണ്ടായ പൊത്തുകളിൽ താമസിച്ചിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്, കുരങ്ങൻ മരക്കൊമ്പിലായിരുന്നു. ഹല്ലേലൂയ. കാലക്രമത്തിൽ മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് അവൻ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളിൽ ശാസ്ത്രീയ തത്വങ്ങൾ മറഞ്ഞു കിടപ്പുണ്ടെന്ന് പഠിച്ചിട്ട് ആ തത്വങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തി തന്റെ ജീവിതം ഈ ലോകത്തിൽ ആമേൻ സുഖകരമാക്കുവാൻ കഴിഞ്ഞു. തെളിവ്, ആദ്യത്തെ മനുഷ്യൻ ഒരു തടി വെട്ടി മലഞ്ചെരുവിലിട്ടപ്പോൾ അത് ഉരുണ്ടുരുണ്ട് പോകുന്നത് കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. വട്ടത്തിലുള്ള ഒരു വട്ട് വെട്ടിയിട്ടാൽ ചക്രമായിട്ട് ഉരുളും. അങ്ങനെ വീല് കണ്ടുപിടിച്ചതെന്ന് എഴുതിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉരുളുന്ന സാധനം കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇത് കട്ട് ചെയ്തെടുത്താൽ ചക്രമാക്കാം, ഇത് 4 ഫിറ്റ് ചെയ്താൽ വണ്ടിയാക്കാം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഈ 2000 കൊല്ലമായിട്ടും കുരങ്ങ മരത്തെ തന്നെ താമസിക്കുകയാണ്, മനുഷ്യൻ എയർ കണ്ടീഷന്റെ മുറികളിൽ താമസിക്കുക. കുരങ്ങനെ പകുതി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ വാർക്കക്കെട്ടണം പണിതപ്പോൾ കുരങ്ങൻ ഓലക്കെട്ടണമെങ്കിലും പണിയേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുരങ്ങനും വേറെ ഒരു മൃഗങ്ങൾക്കും തങ്ങളുടെ ജീവിത ശൈലിക്കോ പാർപ്പിട ശൈലിക്കോ ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ആകപ്പാടെ വന്ന മാറ്റം എന്തെന്നറിയാമോ? പണ്ട് കാക്ക സെപ്റ്റംബർ മാസത്തിൽ മുട്ടയിടാനിട്ട് കൂടുണ്ടാക്കുമ്പം ചകിരിയും ഇല്ലിമുള്ളും തെങ്ങിന്റെ മടക്കലയും എല്ലാമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ചെയ്യുന്ന അത്ര വ്യത്യാസമുള്ളൂ. വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. കൂടിന്റെ ഷേപ്പിന് മാറ്റമില്ല, ഡിസൈനിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന വെച്ചാൽ മറ്റത് കിട്ടാനില്ലാതിട്ടാ. ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ശാസ്ത്രീയമായി വളർന്നു, സാംസ്കാരികമായി വളർന്നു, സാങ്കേതികമായി വളർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. വലിയ പവറോടെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. മാത്രമല്ല, ഇവൻ വളർന്ന് ക്രിസ്തുയേശു എന്ന തലയോളം വളരണമെന്ന് ദൈവം ആഗ്രഹിച്ചതുമാണ്. പക്ഷേ ഹല്ലേലൂയ, പാപം അകത്തു കടന്നപ്പോൾ ദൈവത്തെ അനുസരിച്ച് വളരുന്നതിന് പകരം, ദൈവത്തെ വിശ്വസിച്ച് വളരുന്നതിന് പകരം ദൈവത്തെ അവിശ്വസിച്ച് അനുസരിക്കാതെ അനുസരണം കെട്ട് വളരുവാൻ ഇവൻ ശ്രമിച്ചു. ഹല്ലേലൂയ. യേശുക്രിസ്തു മുടിയൻപുത്രന്റെ ഉപമ പറയുമ്പോൾ ഈ മുടിയനായ പുത്രൻ ഇതിന്റെ പ്രതീകമാണ്. സകല സൗകര്യങ്ങളും ഉണ്ടായെങ്കിലും അപ്പന് കീഴ്പ്പെടാതെ, അപ്പനെ അനുസരിക്കാതെ ഉള്ള സൗകര്യം തീറ് വാങ്ങിച്ച് അപ്പന്റെ അടുക്കൽ നിന്ന് ദൂരെ പോയ ഇളയ മകൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ പ്രതീകമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അപ്പന്റെ സൗഭാഗ്യങ്ങളിൽ നിന്ന് അകന്നുപോയ ഇളയ മകൻ സ്വന്തം ദേശം വിട്ട് പോയപ്പോൾ, സ്വത്ത് മുഴുവനും തീർന്നപ്പോൾ, ദേശത്ത് കഠിനക്ഷാമം വന്നപ്പോൾ,
അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് പകരം ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനെ ചെന്ന് ആശ്രയിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. മുടിയംപുത്രന് മുട്ട് വന്നപ്പോൾ പിതാവിന്റെ ഭവനത്തിലേക്ക് ചെല്ലേണ്ടതിന് പകരം അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദേശത്തെ പൗരൻ കഴിവുള്ളവനാണ്, സമ്മതിച്ചു. ദേശത്തെ പൗരൻ പണക്കാരനാണ്, സമ്മതിച്ചു. അത്യാവശ്യം ഇവനെ തീറ്റിപ്പോറ്റാനുള്ള സമ്പത്തുള്ളവനാണ്, സമ്മതിച്ചു. പക്ഷേ ഈ ദേശത്തിലെ പൗരൻ ഇവനെ തീറ്റിപ്പോറ്റുവാൻ ജോലി കൊടുക്കുമ്പോൾ വായിച്ചു, അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ഒരു യഹൂദന്റെ ജീവിതത്തിൽ ഏറ്റവും നിഷിദ്ധമായതാണ് അശുദ്ധ മൃഗമായ പന്നിയുമായിട്ടുള്ള സഹവാസം. അതിനെ മേയ്ക്കാൻ അയച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. ആരും അവന് കൊടുത്തില്ല. ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ചില വിധങ്ങളാണ് അവിടെ കാണുന്നത്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവനെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിന്റെ ഒരു സംക്ഷിപ്ത വിവരണമാണ് മുടിയംപുത്രന്റെ കഥ. ഹല്ലേലൂയ. അപ്പന്റെ സമ്പത്ത് സ്വരൂപിച്ച് അപ്പന്റെ വീട്ടിൽ നിന്ന് അകന്നു പോയപ്പോൾ സമ്പത്ത് വർദ്ധിച്ചില്ല, സമ്പത്ത് തീർന്നുപോയി. 1. 2, സമ്പത്ത് നശിച്ചു പോയപ്പോൾ, സമ്പത്ത് തീർന്നു പോയപ്പോൾ, ഇവന്റെ ദുർനടപ്പ് കൊണ്ട് ദാരിദ്ര്യം വന്നപ്പോൾ ഇവന്റെ സകല കൂട്ടുകാരും അവനെ വിട്ടുപോയി. 2. 3, ഈ കൂട്ടുകാര് പോയി, കാശ് പോയി, അവന് മുട്ട് വന്നു തുടങ്ങി, അവന് ദാരിദ്ര്യം വന്നു. 3, പ്രൈസ് ദി ലോർഡ്. അവന് ദാരിദ്ര്യം വന്നപ്പോൾ ദേശത്ത് കഠിന ക്ഷാമവും വന്നു. 4, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. പക്ഷേ അവിടെയും വയറ് നിറയ്ക്കാൻ പോലും നല്ല സാധനം കിട്ടിയില്ല. മാന്യമായ ഒരു ജീവിതം അവന് കിട്ടിയില്ല. എന്ത് മനസ്സിലായി? ദൈവത്തെ വിട്ടുപോകുന്ന മനുഷ്യന് ഇന്നും അവന്റെ സമ്പത്ത് നഷ്ടമാകും, അവന്റെ സമാധാനം നഷ്ടമാകും, അവന്റെ കൂട്ടുകാരും വീട്ടുകാരും അവനെ ഉപേക്ഷിക്കും, അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും. മാത്രമല്ല, ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുവാൻ പിതാവിന്റെ വീട്ടിലേക്ക് മടങ്ങേണ്ടതിന് പകരം, ദൈവത്തെ വിളിക്കേണ്ടതിന് പകരം, നീ എന്ത് ബിസിനസ് ചെയ്താലും വയറ് നിറയ്ക്കാൻ പോലും അതിൽ നിന്നൊന്നും കിട്ടത്തില്ല. ഏത് ജോലി ചെയ്താലും അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. നീ ലോകത്തിൽ എത്ര പരിശ്രമിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും നിന്റെ നിത്യവൃത്തി പോലും സമാധാനത്തോടെ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഈ ശബ്ദപരിധിക്കകത്തുള്ള ആരെങ്കിലും ഇന്ന് ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും കൂടെ കടന്നു പോകുന്നെങ്കിൽ, അവൻ സമാധാനം നഷ്ടപ്പെട്ടവരായി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ ഈ ക്ഷാമം വന്നത്, ഈ മുട്ട് വന്നത്, ഈ നഷ്ടം വന്നത്, ഈ കഷ്ടം വന്നത്, സകലതും പ്രതികൂലമായിരിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. നിന്റെ ദൈവത്തിൽ നിന്ന് നീ അകന്നുപോയി. ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കണം കേട്ടോ. ഇതിന്റെ മുഴുവൻ കാരണം ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ്. 17-ാം വാക്യം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഹല്ലേലൂയ.
പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വിശപ്പടക്കാൻ ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ പോയപ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവന് മനസ്സിലായി, എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. അടുത്ത വാക്യം, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഇന്ന് രാത്രി സമാധാനമില്ലാതെ വന്നിട്ടുള്ളവരോട് ഞാൻ പറയട്ടെ, സന്തോഷം നഷ്ടപ്പെട്ടവരായി വന്നവരോട് ഞാൻ പറയട്ടെ, എല്ലാ സമ്പത്തും ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെട്ടുവെന്ന് തോന്നി വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്റെ ജീവിതം പാഴായിപ്പോയി എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി സുബോധം വരുവാനിടയായാൽ നിനക്കൊരു കാര്യം ഉറപ്പാക്കാം, നിന്റെ നഷ്ടങ്ങൾ നികത്തുവാൻ, നിന്റെ ദാരിദ്ര്യം മാറ്റുവാൻ, നിന്റെ രോഗങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ, നിനക്ക് സമാധാനമില്ലാത്ത നിന്റെ ജീവിതത്തിൽ സമാധാനം തരുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. സത്യം മനസ്സിലാക്ക്, എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. പോരാ, പരിഹാരം എന്ത്? അടുത്ത വാക്യം, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെല്ലും. ഇന്ന് രാത്രി നിന്റെ കഷ്ടം മാറാൻ, നിന്റെ വേദന മാറാൻ, നിന്റെ ദുഃഖം മാറാൻ, നിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറാൻ, നിന്റെ സമാധാനമില്ലാത്ത അനുഭവത്തിന് മാറ്റം വരുവാൻ, നിന്റെയും നിന്റെ തലമുറയുടെയും നിന്റെ കുടുംബത്തിന്റെയും നിന്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിന് അർത്ഥമുണ്ടാകാൻ ഒറ്റ കാര്യം ചെയ്യാൻ തയ്യാറാണോ? അവൻ മുടിയംപുത്രൻ പറഞ്ഞു, ഈ പന്നിക്കൂട്ടിൽ നിന്ന്, ഈ വാളവരുടെ അനുഭവത്തിൽ നിന്ന്, ഈ ദുർനടപ്പിൽ നിന്ന്, ഈ ദുഷിച്ച ജീവിതത്തിൽ നിന്ന്, ഹല്ലേലൂയ, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. ഇന്ന് രാത്രി നിന്റെ കഷ്ടത്തിൻ്റെ അറുതി വരുന്ന ദൂതാണിത്. നിന്റെ ദാരിദ്ര്യത്തിന് മാറ്റം വരുത്തുന്ന ദൂതാണിത്. നിന്റെ തകർന്ന ജീവിതത്തെ പണിയുന്ന ദൂതാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ടൊരു തീരുമാനമെടുക്കാമോ? ഞാൻ എഴുന്നേറ്റ് എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലും. നഷ്ടപ്പെട്ട എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ പുനഃസ്ഥാപിക്കും. ഇന്ന് രാത്രി തീരുമാനിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഈ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാമോ? ആമേൻ. ഇന്ന് രാത്രി നിനക്ക് കഴിയുമെങ്കിൽ ഈ ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചോണം. എങ്ങനെ നിരപ്പ് പ്രാപിക്കണം? അവിടെ കൈവക്കിയതുകൊണ്ട് മാത്രം പോരാ, വല്ലതും വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ. എൻ്റെ നിന്റെയും ജീവിതത്തിൽ രണ്ട് അവയവങ്ങൾ പ്രവർത്തിക്കണം. ഒന്ന് നാവ്, രണ്ട് ഹൃദയം. പ്രൈസ് ദി ലോർഡ്. കാരണം പാപം ഈ ലോകത്തിൽ വന്നത് അരുതാത്തവനുമായി സംസാരിക്കുവാൻ നാക്ക് വളച്ചപ്പോഴാണ്. പിശാചുമായിട്ട് സല്ലപിക്കാൻ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് ഞാൻ പറയട്ടെ, ഭൂതമിറക്കാൻ നിൽക്കുന്ന വലിയ വിശുദ്ധന്മാര് പിശാചുമായിട്ടൊരു 10 വർത്താനം പറഞ്ഞേച്ചുമായി ഇറക്കി വിടുന്നത് നിനക്ക് കേടാണ്. എവിടെന്നാ വന്നേ? ഭൂതമിറക്കാൻ നിൽക്കുന്ന ചിലരുടെ ചോദ്യം, എവിടെന്നാ വന്നേ? ഇവൻ സത്യം പറയുമോ? അവൻ ഭോഷ്കിന്റെ അപ്പനുമോ? പിന്നെ അത് കേട്ടിട്ട് എന്നാ കാര്യം? എപ്പോഴാ കയറിയത്? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ കയറിയത്? പിന്നത്തെ അടുത്ത ചോദ്യം, പോകാമോ? എടാ, ഇവന്റെ പെർമിഷൻ എടുത്തിട്ടാ വിടുന്നത്. ഇതല്ല ശുശ്രൂഷ. ഇതിനൊന്നും പറയണ്ട, ഗെറ്റ് ഔട്ട്. പോകാനാ പറഞ്ഞത്. എവിടെന്ന്? ഈ മനുഷ്യനെ വിട്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇപ്പൊ പിശാച് എന്നാ പറയുന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ഇപ്പം ഞാൻ മനച്ചാൻ്റെ വീട്ടിൽ ചെന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അയലൊക്കെക്കാരൻ വന്നിച്ച് എന്നോട് വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോടാന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ പറയുന്നറിയാമോ? അത് എൻ്റെ വീടല്ല, ഒന്നാമത്. രണ്ടാമത് എന്നെ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥനാണ്. പിന്നെ താൻ പറയുമ്പോൾ ഞാൻ എന്നെ ആരാ പോകാൻ? താൻ പോടുമെന്ന് പറയും അല്ലേ? ഞാനല്ല പോകേണ്ടത്, താൻ പോകുമെന്ന് പറയും. അങ്ങനെ പറയാതിരിക്കാൻ പലരും പിശാചിനെ വിളിച്ച് ക്ഷണിച്ച് വരുത്തി ഡ്രോയിങ് റൂമിൽ ഇരുത്തി കോൾഡ് വേണോ ഹോട്ട് വേണോ എന്ന് ചോദിച്ചോണ്ടാണ് കയറ്റിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പലരും പിശാച് അവന്റെ കൃത്യം കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ 2 ദിവസം കൂടെ താമസിച്ചിട്ട് പോകുന്നേ. അളിയ ഒരു കൈ കളിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയേക്കുന്നത്. ഹല്ലേലൂയ.
അവൻ അവകാശവാദം ഉള്ളിടത്തോളം കാലം ഏത് പ്രവാചകൻ പോകാൻ പറഞ്ഞാലും അവൻ പറയും ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകത്തില്ല, ഈ വീട്ടിന്റെ ഉടമസ്ഥൻ പറയട്ടെ. അതുകൊണ്ടാണ് ചിലതിൻ്റെയൊക്കെ ഭൂതം ഇറങ്ങാത്തത്. പ്രാർത്ഥിച്ചാലും ചിലതിന് ഗുണം വരാത്ത അതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ പൂർണ്ണമായ വിടുതലുണ്ടാകണമെങ്കിൽ, ശാശ്വതമായ വിടുതലുണ്ടാകണമെങ്കിൽ നീ ഒരു കാര്യം പറയണം: ഇവനുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, പിശാചുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ചെകുത്താനുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഭൂതങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ എന്റെ ഹൃദയത്തെ എന്റെ യേശുവിന്റെ വകയാക്കി കൊടുക്കുന്നു. ഒരു പൈസയും കൊടുക്കണ്ട, പറയണം. വാഗൊണ്ട് പറയണം. കാരണം ഇവനുമായിട്ട് വാഗൊണ്ടാ വർത്തമാനം പറഞ്ഞത്. ഇനി വാഗൊണ്ട് തന്നെ പറയണം: ഇവനുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ്, എൻ്റെ ഉടമയാണ്, എൻ്റെ ഉടയവനാണ്. തീരെഴുതണം. നിന്റെ ഉടമസ്ഥാവാചം തീരെഴുതണം. ഹല്ലേലൂയ. മാത്രമല്ല, പിന്നെയും പറയണം: ഈ യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിശാച് എന്നാ പറയുന്നറിയാമോ? സംഗതിയൊക്കെ ശരിയാ, യേശു രക്ഷിതാവെന്നും കർത്താവെന്നൊക്കെ പറഞ്ഞു. നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന സാധനം എന്റെയാ, അത് തന്നാ ഞാൻ പോവാം. ഹല്ലേലൂയ. എന്തുവാ? അവന്റെ ഉപദേശം കേട്ട് ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അതിനും കൂടെ പരിഹാരം വരുത്താതെ അവൻ പോകത്തില്ല. അതിനെന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പറയുന്നു: യേശു ക്രിസ്തുവിന്റെ രക്തം, കർത്താവായ യേശുവിന്റെ രക്തം മാനവജാതിയുടെ സകല പാപങ്ങളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ മതിയായതാണ്. യേശുവിന്റെ രക്തം നിന്റെ സകല പാപങ്ങൾക്കും പരിഹാരമാണ്. ഇത് ഉറക്കെ വിളിച്ചു പറ: യേശുവിന്റെ രക്തം എന്റെ പാപത്തിന് പരിഹാരമാണ്. പിശാചേ, നിനക്കെന്നോടൊരു കാര്യവുമില്ല. എന്റെ യേശു കാൽവരിയിൽ യാഗമായി തീർന്നപ്പോൾ എന്റെ സകല പാപത്തിന്റെയും പരിഹാരം അവൻ കൊടുത്തു കഴിഞ്ഞു, അവൻ വരുത്തി കഴിഞ്ഞു. പിശാചേ, നിനക്കെന്നോട് ഒരു കാര്യവുമില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇവൻ സ്ഥലം വിട്ടോളും. നിനക്ക് ശാശ്വതമായ സന്തോഷമായ സമാധാനം. അതുകൊണ്ടാണ് മനുഷ്യന്, പാപത്തിൽ കുഴിയിൽ കിടക്കുന്ന മനുഷ്യന്, പാപപങ്കിലമായ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അതിൽ നിന്നും രക്ഷപ്പെട്ട് പന്നിക്കൂട്ടിൽ നിന്നും വെളിയിൽ ചാടി പന്നി തിന്നുന്ന വാളവരയ്ക്ക് പകരം തടിപ്പിച്ച കാളക്കുട്ടി അറുത്ത് താമൻ മൃഷ്ടാന്ന ഭോജനം ഒരുക്കുന്ന അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ ഗതി എനിക്കറിയത്തില്ല, എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിലെ സകല കഷ്ടത്തിനുമുള്ള പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. എങ്ങനെ ഈ പ്രമാണം എന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ വെച്ച് പാപത്തിൽ വീണ മനുഷ്യൻ കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ട് തിരികെ വരണമെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വകുപ്പുണ്ടായി. ലോജിക്കലി, തിയറിറ്റിക്കലി, ഫിലോസഫിക്കലി ഇതിന് തുല്യമായൊരു ഉപദേശമില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കണ്ടുമുട്ടിയാൽ, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി, ഇത് എന്നിൽ ഒതുങ്ങിയില്ല. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി. അവൻ ഒരു കത്തോലിക്കനായിട്ട് ജനിച്ച്, അവൻ വിഗ്രഹങ്ങളെ ആരാധിച്ച് അതിൻ്റെ മുമ്പിൽ നേർച്ചയിട്ട് കാഴ്ചയിട്ട് അടിമ വച്ച് നടന്നിരുന്ന എന്നെ, ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തിന്റെ വചനം അവൻ സ്പർശിച്ചപ്പോ
കർത്താവിനെ എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ സന്തോഷം, അന്ന് എനിക്ക് കിട്ടിയ സമാധാനം, ഒരു കത്തോലിക്കനായിരുന്ന എനിക്ക് കിട്ടിയ രക്ഷയുടെ സന്തോഷം അവിടം കൊണ്ട് നിന്നില്ല. ഇന്ന് എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ സഹോദരങ്ങള്, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങള്, ഞങ്ങൾ ഒന്നിച്ച് ഈ മഹാസന്തോഷം അനുഭവിക്കത്തക്കവണ്ണം ദൈവകൃപയുടെ ഒഴുക്ക് അങ്ങനെ നിരർഗളം ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ, ഹല്ലേലൂയ. വേറെ ഷോർട്ട് കട്ടില്ല. കാരണം അവിശ്വാസത്താൽ നഷ്ടപ്പെടുത്തിയത് വിശ്വാസത്താൽ മാത്രമേ നേടാൻ പറ്റൂ. ഞാൻ പറയുന്നത്, ഈ പാലം കയറി ഇങ്ങോട്ട് വന്നപ്പം, സ്കൂട്ടറെ വന്നപ്പം ഹെൽമെറ്റ് ചാടി റോഡിൽ പോയാൽ ഇങ്ങോട്ട് പോയി തപ്പിയാൽ കിട്ടുമോ? കിട്ടുകയില്ല. ഏത് വഴിയിലാ പോയത് അങ്ങോട്ട് തിരിച്ചു പോയി തപ്പിയെടുക്കണം. അവിശ്വാസം കൊണ്ട് നിന്റെ നഷ്ടം വന്നത് തിരിച്ചെടുക്കണമെങ്കിൽ വിശ്വാസത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുവാൻ വിശ്വാസം ഇത്ര അടിസ്ഥാനമുള്ളതായി മാറിയത്. ഈ വിശ്വാസം ഒരു മനുഷ്യനിൽ വ്യാപരിക്കേണ്ടത് അവന്റെ തലയിലല്ല, അവന്റെ ബുദ്ധിയിലല്ല, അവന്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ് രക്ഷയുടെ കണ്ടീഷൻ പൗലോസ് എഴുതിയത് വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നീ രക്ഷപ്പെടണമെങ്കിൽ, നീ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം ആമേൻ സംശയത്തിന് വകയില്ലാതെ പ്രഖ്യാപിക്കുന്നു. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി ഇതുപോലെ ഒരു രക്ഷ കൈക്കലാക്കുവാൻ ഒരു ചെലവുമില്ല. നീ ഇരുന്ന ഇരിപ്പിൽ വിശ്വസിച്ചാൽ മാത്രം മതി. ആമേൻ. ഇനി കഷ്ടം മാറിയില്ലെങ്കിൽ ആരെയും കുറ്റം പറയല്ലേ. ദൈവം വ്യക്തമായി നിന്നോട് സംസാരിച്ചു കഴിഞ്ഞു. നിന്റെ ദാരിദ്ര്യം മാറുന്നില്ലെങ്കിൽ കുറ്റം പറയല്ലേ. ദൈവം നിന്നോട് ഇടപെട്ട് കഴിഞ്ഞു. നിന്റെ നന്മയ്ക്കുള്ളതും നിന്റെ അനുഗ്രഹത്തിനുള്ളതും നിന്റെ ഉയർച്ചയ്ക്കുള്ളതും എന്താണെന്ന് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ നിന്ന് വായിച്ചെങ്കിലും അതേപടി തന്നെ ആ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിങ്ങളുടെ വീട്ടിലുള്ള പുസ്തകത്തിൽ, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ അതേപടി എഴുതി വച്ചിരിക്കുന്നു. എന്തിനെന്നറിയാമോ? സകല മാനവജാതിയും ദൈവത്തിന്റെ തിരുവചനം കേട്ട്, ദൈവത്തിന്റെ തിരുവചനം വായിച്ച്, ദൈവത്തിന്റെ തിരുവചനം ഗ്രഹിച്ച് രക്ഷ പ്രാപിക്കാൻ. പ്രതിവാദമില്ല. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ വെച്ച് താമസിപ്പിക്കല്ലേ. ഇന്ന് രാത്രി രക്ഷ കരസ്ഥമാക്കിക്കോണം. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ പാടുന്നതെന്നറിയാമോ? കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. നരകശിക്ഷയിൽ നിന്നു വിടുതൽ നേടുവാൻ രക്ഷകന്റെ സന്നിധേ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം.